കഥയുടെ ആരംഭത്തിൽ കഥാനായികയെ ലില്ലി വെപ്രാളം പിടിച്ച് ഓടിയെത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവളുടെ വിവാഹം ദിവസം തന്നെ അവളെ കെട്ടാനിരുന്ന ഹീറോ ഡ്യൂട്ടിക്കിടെ മരിച്ചു പോകുന്നു. വാർത്ത അറിഞ്ഞവൾ വരുമ്പോഴാണ് അവിടെ മനസ്സിൽ പറയുന്നത്, ലിയോ ചിങ്ങിനൊപ്പം 3 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഒടുവിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ചിങ്ങിൻ്റെ സാധനങ്ങളാണെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്നത്. അതിലവൻ്റെ ഡയറി കാണും. അതിൽ ജൂലൈ 17, 2008. ലില്ലി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഹീറോ ഫയർഫോഴ്സിൽ കയറിയത്. അവൻ എത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ജോലിയിൽ കയറിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ തലകറിഞ്ഞ് വീഴുന്നത്. പിന്നീട് ലില്ലിയെ അവളുടെ ഫ്രണ്ട് കോളേജിൽ പോകാനായി ഇനി 2 ദിവസമേ ഉള്ളൂ, നിനക്ക് പാക്കൊന്നും ചെയ്യണമെന്ന് ചോദിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇവളും ഏത് കോളേജിൽ നിന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോഴാണ് റൂം കണ്ടവൾ ഷോക്കായത്. അവൾ ആരോൺ ലിയോൺ കോളേജ് പ്രവേശന പരീക്ഷയ്ക്ക് മുമ്പ് താമസിച്ചിരുന്ന അതേ സ്ഥലം. ലില്ലിയുടെ വെപ്രാളം കാണുമ്പോൾ എന്തു പറ്റി, നീ പഠിച്ച് നിന്റെ തലച്ചോറ് പറ്റിപ്പോയോ? അപ്പോഴാണ് അവൾ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ലില്ലി ഇപ്പോൾ 2008 പിന്നോക്കം ടൈം ട്രാവൽ ചെയ്തിരിക്കുന്നു. താനും പുനർജനിച്ചെങ്കിൽ എന്തായാലും 2008 ലിയോച്ചിന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന സന്തോഷത്തിൽ അവൾ തുള്ളിച്ചാടി ഓടി നേരെ ഹീറോയെ കാണാനായി ഇറങ്ങുകയാണ്. അവളിപ്പോൾ പോകുന്നത് ലിയോച്ചനും അവളും ആദ്യമായി കണ്ടുമുട്ടിയ റിവർട്ട് വൺ യൂണിവേഴ്സിറ്റി സമീപമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ അവരെ കണ്ടുമുട്ടുമോ എന്നുള്ള സംശയം അവൾക്കുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി പോകുമ്പോൾ അവിടെ വയറ്റിൽ തൊടുന്നു. അപ്പോഴാണ് അവൾ ടൈം ട്രാവൽ ചെയ്തു വന്നത് കൊണ്ട് കുഞ്ഞില്ല. കുഞ്ഞിപ്പോൾ ഇല്ലെങ്കിൽ കാലക്രമേണ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു വരുമ്പോൾ ഓരോരുത്തരുമായി കൂട്ടിമുട്ടി. അവളൊന്ന് തിരിയുമ്പോഴാകും അവിടെ ഉണ്ടായി സ്ട്രീറ്റൊക്കെ ലൈറ്റ് എല്ലാം ഓണായി അവിടെ ഹീറോയായ ലീച്ചെങ്ങിനെ കാണുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ലീച്ചെങ് ഒരു തല്ലിപ്പൊലി ലിയോച്ചിനാകും. കണ്ട ഗുണ്ടയൊക്കെ തല്ലി ഓടിച്ച് അവിടെ അടുത്തേക്ക് വരുന്നു. അവളാണെങ്കിൽ അവനെ കണ്ട സന്തോഷത്തിൽ നീ ജീവനുണ്ടായോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. പക്ഷെ അവൾ ആരാണെന്ന് പോലും അവനറിയില്ല. അവളുടെ കയ്യിലാണെങ്കിൽ പ്രഗ്നന്റ് ടെസ്റ്റ് ഉണ്ട്. ഈ അവസ്ഥയിൽ ഈ കുഞ്ഞ് അവൻ്റെതാണെന്ന് ഞാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഇത് തൽക്കാലം രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് നല്ലെന്ന് കരുതി ഈ ടെസ്റ്റ് താഴെ കിടന്ന് കിട്ടിയതാണ്, കളയാൻ വേണ്ടിയാണ് വന്നെന്ന് പറയുന്നു. ഇപ്പോൾ അവളെ ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അവൻ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്നതിന് കാരണം ഒരുമിച്ചുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അകന്നാണ് ഇരുന്നത്. ഇത്തവണ ഞാൻ ഒരുപാട് സ്നേഹിക്കും, അകന്നു നിൽക്കില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം അവൾ ഒരു വാടക വീട് കാണാനായി പോയി. അപ്പോൾ ഓണറിനോട് റെന്റ് കുറച്ചുകൂടി കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അവളെ വളരെ മോശമായിട്ടാകും പെരുമാറുക. സോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഹീറോയെ എപ്പോഴും കാണാൻ വേണ്ടിയാണ് അവൾ വേറെ ഇപ്പോൾ വാടക വീട് തപ്പിയത്. അപ്പോൾ അവിടെ ഹീറോയിനെ ഹീറോ കാണുകയാണ്. അവളെ കണ്ടപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. അവളുടെ ഫ്രണ്ട് ക്ലാസ്സിലെ ആൺകുട്ടികളെക്കുറിച്ച് ലീച്ചനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് പഠിക്കാത്ത ആൺകുട്ടികളെ ഇഷ്ടമല്ലെന്നാകും പറഞ്ഞത്. പക്ഷെ അവളെ പ്രപ്പോസ് ചെയ്യാൻ വന്ന ഹീറോ ഇത് കേട്ടിരുന്നു. അന്നേ തൊട്ട് അവൾക്ക് അവനെ ഇഷ്ടമല്ല. ഇവളും അവനെ കണ്ടപാടെ ഓടിയെത്തുമ്പോഴാണ് ഹീറോ റൂംമേറ്റിനെ തേടി നടക്കുന്ന നോട്ടീസ് കൈവച്ചിരിക്കുന്നത്. അത് കണ്ടപാടെ ഞാൻ വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊട്ട് സമ്മതിച്ചില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലാകും ഹീറോയുടെ മുത്തശ്ശി വരുന്നത്. എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ലിയോച്ചിനും അവളും വളരെ വൈകിയാണ് പ്രണയത്തിലായത്. ഒടുവിൽ അവൻ ലോകത്തിലെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. മുത്തശ്ശി വഴി അവൻ്റെ ഹൃദയത്തിൽ കൂടിക്കൊള്ളാം എന്നവൾ ആദ്യം വലയിട്ട് പിടിക്കാനായി നോക്കുന്നത് മുത്തശ്ശിയായിരിക്കും. അതിനാൽ അവൾ മുത്തശ്ശി വിളിച്ചപ്പാടെ കൂടെ പോയി. അവളൊരു വാടക വീടാണ് നോക്കി നടക്കുന്നതെന്നും മനസ്സിലായ മുത്തശ്ശി അവൾക്ക് താൽക്കാലികമായിട്ട് ഇവിടെ താമസിക്കാമെന്ന് പറയുന്നു. എന്നാൽ ഹീറോ അതിനോട്ട് സമ്മതിച്ചില്ല. പോരാത്തതിന് അവളുടെ കയ്യിൽ അത്ര ക്യാഷില്ലാതെ ഓസിന് താമസിക്കാനാണോ നോക്കുന്നത്, അതോ എന്നെ വളയ്ക്കാനാണോ എന്ന് ചൂടാകുമ്പോൾ മുത്തശ്ശി അവനോട് പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാനായി പറഞ്ഞു. ഇവളും ഹീറോയുടെ സെയിം കോളേജിലാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശി ഒരു കാര്യം കൂടി അവളോട് ചോദിച്ചു. അവൻ പറയുന്നത് കാര്യമാക്കണ്ട, അവൻ അങ്ങനെയാണ്, പഠിത്തത്തിൽ ഭയങ്കര ഉഴപ്പനാണ്, പറ്റുമെങ്കിൽ അവളോട് ട്യൂഷൻ എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവളതിന് സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ കയറി പറ്റാലോ. കഴിഞ്ഞ ജന്മത്തിൽ ഒരു നല്ല വിദ്യാർത്ഥിയെ പോലെയായിരുന്നു അവളുടെ മുന്നിൽ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ തീർച്ചയായും അവനെ ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകി. ശേഷം അവൾ പോകുമ്പോൾ ഹീറോ അവളെ തടഞ്ഞു നിർത്തി. മുത്തശ്ശി നീ കൈക്കലാക്കിയെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. എന്നാൽ അത് നിന്റെ അവസാനമാകും. എന്നാൽ അവനെ ഫോളോ ചെയ്യുന്നവൾക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. ഈ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് അവൻ അവളുടെ പേര് ആദ്യമായിട്ട് വിളിക്കുന്നത്. ഉടനെ അവൾ അവനെ കിസ് ചെയ്തു. ഹീറോയ്ക്ക് അത് വലിയ ഷോക്കായിരുന്നു. ആദ്യമായിട്ടാണ് അവനൊരു പെണ്ണ് കിസ് ചെയ്ത്. പേടിച്ച് അവൻ ഓടിപ്പോയി.
അവൾക്കാണെങ്കിൽ അന്ന് രാത്രി അതും ആലോചിച്ച് കിടക്കുമ്പോൾ മുൻജന്മത്തിൽ അവൻ കിസ് ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വരുന്നു. എന്നാൽ മറുഭാഗത്ത് ഹീറോയ്ക്ക് ആ ഒരു ഉമ്മ കിട്ടിയതിൽ വല്ലാതെയാണ് തോന്നുന്നത്. കോളേജിലെല്ലാവരും ഹീറോയുടെ ആരാധകരാണ്. അവൻ ഹൈസ്കൂൾ തൊട്ടേ വഴക്കിനും ബഹളത്തിനും പേര് കേട്ട ആളുകൂടിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവളും ഹീറോയും ഒരേ കോളേജിലല്ലായിരുന്നു. അതിനാൽ കോളേജിൽ അവൻ ഇത്ര ഫേമസ് ആണെന്ന് ഇപ്പോഴാണ് അവൾ അറിഞ്ഞത്. അന്നേരം അവൾക്ക് മുന്നിൽ ഇരുന്ന ഒരുത്തി ഹീറോ വരുന്നത് കണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആളാണിവൻ. അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ മറക്കരുത്. അവൻ നല്ലവനല്ല, എപ്പോഴും കുഴപ്പത്തിലാണ് ചെന്ന് ചാടുന്നത്. ഇപ്പോഴും അവൻ്റെ പിന്നാലെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എന്നാൽ അവൻ അവളുടെ ഭർത്താവാണെന്ന് ആർക്കും അറിയില്ലല്ലോ. സോ അവൾ അത്രയും പെൺകുട്ടികൾ പുറകെ നടന്നിട്ടും ആരുടെ വല വീണിട്ടില്ലല്ലേ. അതിനാൽ അവളായിട്ട് വീഴ്ത്തി കാണിച്ചു തരാം എന്ന് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ഹീറോ കേട്ട് അവൾ പറഞ്ഞതിൻ്റെ പേരിൽ നീ എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ പോകുകയാണെന്ന് ചിന്തിക്കുകയാണ്. ശേഷം അവൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 2 പെൺകുട്ടികൾ ഹീറോയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഡ്രസ്സൊക്കെ മാറി വരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ വേഷമിട്ടാൽ മാത്രമാണ് ഇഷ്ടപ്പെടുന്ന കരുതി ഇവളും കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടി അവൻ്റെ മുന്നിൽ പോയി എന്നെ ഗേൾഫ്രണ്ട് ആക്കുമെന്ന് ചോദിച്ചു. അവൻ അവളുടെ ലുക്ക് കണ്ടപ്പാടി ചിരിയാണ് വരുന്നത്. ഉടനെ അവൾ അവനൊരു കിസ് കൊടുത്തു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൾ വേഷമെല്ലാം മാറി ക്ലാസ്സിലെത്തുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഹീറോയെ കിസ് ചെയ്ത ഫോട്ടോയൊക്കെ ആരോ ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നു. പോരാത്തതിന് ഈ ഫോട്ടോയൊക്കെ അന്ന് ഹീറോയുമായി വഴക്കുണ്ടാക്കിയവർ കാണുകയും ലില്ലിയെ നേരിൽ കണ്ട് നീ ഗർഭിണിയായിട്ടും എന്തിനാണ് ഹീറോയെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്, അവനെ നീ വിട്ടേക്ക്, ഞങ്ങൾ തമ്മിൽ തർക്കവും വഴക്കുണ്ടാവും, അത് നീ ഇത്രയിലെ കാര്യമൊന്നും ആക്കണ്ട, നീ ഈ കുഞ്ഞിനെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ എന്ന് പറഞ്ഞ് അവൾക്കൊരു അടിക്കാനായി കൈപ്പൊക്കിയപ്പോൾ ഹീറോയാകും തടുത്തത്. അതിനിടെ ലില്ലി എന്തോന്ന് ചവിട്ടി വീഴുമ്പോഴേക്കും അവിടെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നു. അത് കണ്ടപാടെ അവർ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ലില്ലിയോട് നീ ഇത് പേടിക്കേണ്ട, ഇത് പീരിയഡ്സ് ആകും, ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കൂളായിട്ട് പറയുമ്പോൾ ലില്ലി ചിന്തിക്കുന്നത് ഡോക്ടർ എങ്ങാനും കണ്ടാൽ ഇവൻ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയും, അത് മറച്ചു വെക്കാനും പറ്റില്ല, സ്കൂളിലും പോകുന്നത് കൊണ്ട് അത് എല്ലാവരും അറിയും, എന്ത് ചെയ്യുമെന്നാലോചിച്ച് എനിക്കിപ്പോൾ കുഴപ്പമില്ലെന്ന് പറയുമെങ്കിലും ഹീറോ അവൾ എന്ത് വിചാരിക്കുമെന്നൊന്നും പ്രശ്നമല്ല, അവളെ തൂക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തിയ ഉടനെ അവൾക്ക് പറ്റിയ കാര്യം പറയുമ്പോൾ ഡോക്ടർ അവനോട് പുറത്ത് നിൽക്കാനായി പറഞ്ഞു. ലില്ലിയെ കണ്ടപ്പാടെ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഡോക്ടർ സ്ഥിരീകരിച്ചു. പക്ഷെ അവൾ പറയുന്നത് ഡോക്ടർ തെറ്റ് പറ്റിയതാണ്. വർഷങ്ങളായി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറിന് അത് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും വർഷം പാഴാകി പോകുമെന്നായിരുന്നു. എന്നിട്ട് ഡോക്ടർ തൽക്കാലത്തേക്ക് അവൾക്കൊരു മെഡിസിൻ കൊടുത്തു. അന്നേരാകും വേറൊരുത്തൻ അവളുടെ കാമുകനാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ഇവളുടെ സ്കൂളിൽ കുറച്ച് നാൾ ഡേറ്റിംഗ് ചെയ്തിരുന്ന വിട്ടിയെ മുൻ കാമുകനാണ്. ഇപ്പോൾ അവൾ പഠിക്കുന്ന അതേ സെയിം കോളേജിലാണ് ഇവനും. ആ പൊട്ടൻ കരുതിയിരിക്കുന്നത് ഇവനുള്ളത് അറിഞ്ഞു വന്നതാണ് എന്ന സന്തോഷത്തിൽ ലില്ലിയെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് ഇതൊക്കെ ഹീറോ കാണുക. ദേഷ്യം വന്ന ഹീറോ അവിടെ നിന്ന് പോകുന്നു. പുറത്തു നല്ല മഴ ഉള്ളതിനാൽ എക്സും ലില്ലിയും ഒരുമിച്ചാകും പോകുക. അപ്പോൾ അവൻ നീ എനിക്ക് വേണ്ടിയാണോ റിവേഴ്സ് കോളേജിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ അവളല്ല, അന്ന് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ വികാരങ്ങളൊക്കെ പോയി, നിനക്ക് വേണ്ടിയല്ല ഞാൻ കോളേജിൽ വന്നത്, മറ്റൊരാളെ എനിക്ക് ഇഷ്ടമാണ്. ഇത് കേട്ടതും എക്സ് ഒന്നും വിശ്വസിക്കുന്നില്ല. കാരണം അവർ പിരിഞ്ഞത് വെറും 3 മാസമായിട്ടുള്ളൂ. പക്ഷെ ലില്ലിക്ക് അത് 18 വർഷം മുമ്പുള്ളതെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നത് ലിയാണ് മാത്രമാണ്. ഇതൊക്കെ ഹീറോ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായി. അപ്പോഴാണ് ഹീറോ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയപ്പോൾ എക്സിനെ പോലെ ഒരു പഠിക്കുന്ന ഒരാളാണ് ഇഷ്ടമെന്ന് കേട്ടത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും അവനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് വിചാരിച്ച് പിന്നെ എന്തിനാ എന്നെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോ ചിന്തിക്കുന്നു. ശേഷം ഹീറോ കിടന്നുറങ്ങുമ്പോൾ അവൻ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുകയാണ്. നേരെ ലില്ലി പഠിക്കാനായി വരുമ്പോൾ മുത്തശ്ശി അവൻ കിടന്ന് ഉറങ്ങുകയാണ്. അവനെ പോയി എഴുന്നേൽപ്പിക്കാനായി പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറഞ്ഞ് അവൾ നേരെ ഹീറോയുടെ റൂമിലേക്ക് കയറി. ഹീറോ എഴുന്നേൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ അവിടെ കൈപിടിച്ച് അടുത്തേക്ക് വലിച്ചു. എന്നെ വിട്ടു പോകലേ എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ അവനെയും അമ്മയും അച്ഛൻ വഴക്കുണ്ടാക്കി വീട് വിട്ടു പോയതിൽ അമ്മ മരിക്കാനായി തീ കൊളുത്തി. ആ സ്വപ്നമാകും കണ്ട് ഹീറോ പേടിക്കുന്നത്. ഇവളും എന്ത് ചെയ്യുമെന്ന് ചുറ്റും നോക്കുമ്പോൾ ഹീറോ അപ്പോഴേക്കും കണ്ണു തുറന്ന്, അല്ല നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൾ മറ്റൊരാളുടെ ഗേൾഫ്രണ്ട് ആയതിനാൽ അവൻ വേഗം അവളെ മാറ്റി നിർത്തി. നോക്കുമ്പോൾ ഹീറോ അടിയിലൊന്നും തന്നെ ഇട്ടിട്ടില്ല. അത് കണ്ട് പേടിച്ചോ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ ഇപ്പോഴും ആ ഷോക്ക് അവളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ആകെ വെപ്രാളം പിടിച്ചിരിക്കുന്നത് കണ്ട് മുത്തശ്ശി അവൾക്ക് തണുപ്പിക്കാൻ കുറച്ച് ഉപ്പ് കൊടുത്തു. അപ്പോൾ അവന് പനി വല്ലതുണ്ടോ, പേടി സ്വപ്നമൊക്കെ കാണുന്നു. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, എന്ത് പേടി സ്വപ്നം? അവൻ ചെറുതായിരുന്നപ്പോൾ തീയിൽ പൊള്ളലേറ്റാണ് അവനെ മരിച്ചത്. അതേ പിന്നെ അവന് തീ പേടിയാണ്. ഇത് കേട്ടപ്പോഴാണ് കഴിഞ്ഞ ജന്മത്തിൽ അവനൊരു ഫയർഫോഴ്സ് ആയിരുന്നു. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ഭയം മറികടന്ന് അവൻ ആ ജോലി ഏറ്റെടുത്തത്? അല്ലെങ്കിൽ അവൾ പറഞ്ഞത് കൊണ്ടാണോ?
അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഹീറോ വരുമ്പോൾ അവനെ കണ്ടപാടെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. കാരണം അവൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഫയർഫോഴ്സിൽ കയറിയത്. പക്ഷെ ഇത്തവണ അവൾ അവനെ ഒരിക്കലും ഫയർഫോഴ്സിലാകാൻ അനുവദിക്കില്ല. അവനും ഇവൾക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശ അവനെ അടുക്കളയിൽ സഹായിക്കാനായി വിളിച്ചു. മുൻ ജന്മത്തിലാണെങ്കിൽ ഹീറോ അവളെ ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ മുത്തശ്ശി അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ സ്വപ്നലോകത്തിരിക്കുന്ന ലിയോ എന്നാകും പറയുക. ലിയോ ഇനി പുതിയ ഫുഡാകുമോ എന്ന് മുത്തശ്ശി ചിന്തിക്കുമ്പോഴാണ് അയ്യോ അല്ല, ലിയോ കുക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. ശേഷം ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ അവൾക്ക് മുൻ ജന്മത്തിലെ ഹീറോയെ ഇപ്പോഴത്തെ ഹീറോ നല്ല ഡിഫറൻസ് തോന്നുകയാണ്. അന്നേരം ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. ചൂത്താട്ടത്തിൽ കളിക്കാനാകും വിളിക്കുക. അവനും റെഡിയായി പുറപ്പെടുമ്പോൾ ലില്ലി പിന്നാലെ വന്ന് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അവൻ പോയി. നീ എന്തൊരു കാമുകനാണ്, നീ ഇങ്ങനെ ഒരു ഭർത്താകുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവന് നെറ്റിൽ പണ്ടൊരു മുറിവുണ്ടായിരുന്നു. ഇനിവല്ല ബൈക്ക് റേസിംഗ് ആണോ എന്ന് പേടിച്ച് അവൾ ഒരു ടാക്സി വിളിക്കുകയാണ്. ആ ബൈക്കിന് ഫോളോ ചെയ്യാൻ പറയുന്നു. ഇവിടെ ഹീറോയും ഫ്രണ്ട്സും കൂടി വേറെ കൂട്ടരുമായിട്ട് ഫൈറ്റ് തന്നെ നടക്കുകയാണ്. എന്നാൽ ഇതൊക്കെ മാറി നിന്ന് കണ്ട ലിലി വേഗം പോലീസിനെ ഇൻഫോം ചെയ്തതിനാൽ പോലീസ് വണ്ടിയുടെ സൗണ്ട് കേട്ട് തല്ലാൻ വന്നവർ അടുത്ത തവണ നിനക്ക് ഭാഗ്യമുണ്ടാകില്ല എന്ന് വാണിംഗ് നൽകിയിട്ട് ആണ് അവിടുന്ന് പോയത്. എല്ലാവരും പോയി കഴിയുമ്പോഴാണ് അവളോട് എത്തി എന്തെങ്കിലും പറ്റിയെന്ന് ഹീറോയോട് ചോദിച്ചു. പക്ഷേ ഹീറോയ്ക്ക് നല്ല ദേഷ്യത്തിലായിരുന്നു. അവളെ ചുമരിൽ ചാർത്തി നിർത്തി നീ എന്താണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ളതല്ലേ, അവൾക്കതിന് കാമുകനില്ലാന്നാണ് പറയുമ്പോൾ അപ്പോൾ ഹോസ്പിറ്റൽ വെച്ച് കണ്ടതോ ഹീറോയ്ക്ക് നല്ല അസയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്കൊരു കാമുകനുണ്ടെങ്കിൽ അത് നീയായിരിക്കുമെന്ന് പറഞ്ഞ് ലില്ലി അവനെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. അവളുടെ ഇഷ്ടം ഇപ്പോൾ തുറന്നു പറഞ്ഞതിനാൽ ഇനി സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഹീറോയ്ക്ക് മെസ്സേജ് നാളെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ അവൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി പ്രപ്പോസ് ചെയ്യാനാണോ എന്ന സന്തോഷത്തിൽ ലുക്കൊക്കെ മാറ്റിയിറങ്ങുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ ആൾക്കാർ വന്ന് ഇന്ന് ഹീറോയെ ഡിന്നർ കഴിക്കാൻ വിളിച്ചു. കൂട്ടിക്കൊണ്ടു പോകാനാകും അവർ വന്നത്. അവൻ്റെ അച്ഛൻ വില്ലയിൽ അവനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഹീറോ പോയില്ലെങ്കിലും അവർ അവനെ കൊണ്ടുവന്നിരിക്കണമെന്നാണ് ഉത്തരവ്. ആ സമയത്ത് മുത്തശ്ശി വരുന്നതിനാൽ വേറെ പ്രശ്നമുണ്ടാക്കണ്ടെന്ന് കരുതി ഹീറോ അവർക്കൊപ്പം പോയി. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ അച്ഛൻ ഒരു ലേഡിയെ പരിചയപ്പെടുത്താനാകും വിളിച്ചത്. പക്ഷെ അവൻ ചെയ്യുന്നത് അവരെ വെറുപ്പിക്കുന്ന തരത്തിലാകും സംസാരം. സ്വന്തം ഭാര്യയും കുട്ടിയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് എനിക്കെന്ത് പ്രതീക്ഷയാണുള്ളത് എന്ന് ചിന്തിച്ച് അവൻ അവിടുന്ന് ഇറങ്ങി. വീട്ടിലെത്തുമ്പോൾ ലില്ലി ഹീറോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഹീറോയെ കണ്ടപാടെ നീ എവിടെയായിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ ഉണ്ടാനുള്ളതാണ്. ഇവൻ കരുതും ഇപ്പോൾ തന്നെ പ്രപ്പോസ് ചെയ്യുമെന്നാൽ അതല്ല നടന്നത്. അവൾ അവൻ്റെ കൈ അവളുടെ വയറ്റിൽ വെച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ വന്നപ്പോഴേക്കും കറക്റ്റ് ടൈമിൽ ആ ലേഡി അവനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ടാണ് അവരുടെ രണ്ട് വീട്ടുകാരുടെ ശ്രമം. പക്ഷേ ഹീറോയ്ക്ക് അത് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഹീറോ അവളെ ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണെന്ന് ലില്ലിക്ക് മനസ്സിലാവും. ദേഷ്യം പിടിച്ച് അവളും പോയി. എന്നാൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ലേഡി ഹീറോയും ഹീറോയിനെ പഠിക്കുന്ന സെയിം കോളേജിലാണ് ട്രാൻസ്ഫറായി എത്തിയിരിക്കുന്നത്. ആ സമയത്ത് മിസ്റ്റർ എല്ലിന് വേണ്ടി ലിങ് ചിങ് ഒരു ബൊക്ക കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരാൾ അവിടെ എത്തി. സത്യത്തിൽ അത് ലിങ് ചിങ് കൊടുത്ത ആകില്ല. എല്ലാവർക്കും മുന്നിൽ അവൻ്റെ ഫിയാൻസിയാണെന്ന് അറിയിക്കാനായിട്ട് ഒരു നാടകമാണ് നടത്തിയത്. അപ്പോഴേക്കും ലില്ലി പോയി അതെ എൻ്റെ പേര് ലില്ലി, എല്ലെന്നാണ് വിളിക്കാറ്, അവൻ എനിക്ക് വേണ്ടിയാണ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ് ബൊക്ക വാങ്ങുമ്പോൾ ആ ലേഡി കൊടുക്കുന്നില്ല. കുഴപ്പങ്ങൾ തേടി പോകരുത് കുട്ടി, ന്യായമായ ഒരു മത്സരം നമുക്ക് വേണമെങ്കിൽ നടത്താം, നിനക്കതിന് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞ് ഒരു പന്തയം വെക്കുന്നു. വരാൻ പോകുന്ന ഡാൻസ് സ്കിൻസിൽ മത്സരിക്കാൻ പങ്കെടുക്കാനായി പറയുന്നു. തോറ്റൽ പിന്മാറുകയും ലിയോ പിന്തുടർന്ന് നിർത്തുകയും വേണം. അവൾക്ക് കുഴപ്പമില്ല. അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർക്കുന്നത്. മുൻജന്മത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ കാലിന് പരിക്കേറ്റി. ഇനി ഇതുപോലെ വല്ല ഡാൻസും കളിച്ചിട്ടാണോ എന്ന് കരുതുകയാണ്. എന്നാൽ ഇത്തവണ അവന് വേണ്ടി നൃത്തം ചെയ്യാനായിട്ട് അവൾ തീരുമാനിക്കുന്നു. അവൾ ഗർഭിണിയാണെങ്കിലും അതത്ര വലിയ പ്രശ്നമായിട്ട് എടുത്തില്ല. പോരാത്തിന് ആ ലേഡി സിറ്റി ആർട്ട് ഗ്രൂപ്പിലെ നർത്തകിയാണ്. ശേഷം ഹീറോയെ കണ്ട് ഈ പൂക്കൾ ആരാണ് കൊടുത്തത്, അവൾ നിന്റെ ഫിയാൻസിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിതിന് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കേൾക്കണമെന്ന് പറയുമ്പോൾ ഹീറോ അവൾക്കൊരു കിസ് കൊടുത്തു. നീ ഇതുവരെ എൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടില്ലെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ അവൾക്ക് ഇത്തിരിയെങ്കിലും ആശ്വാസമാവുന്നു. അങ്ങനെ ഡാൻസിങ് കോമ്പറ്റീഷൻ ദിവസം എത്തി. ആ ലേഡി ഗംഭീരമായിട്ടായിരിക്കും ഡാൻസ് കളിക്കുന്നത്. ആ ലേഡിയുടെ ഡാൻസ് കഴിഞ്ഞ് ലില്ലിയാകും. ലില്ലിയാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വന്നാണ് ഡാൻസ് കളിക്കുന്നത്. എന്നിട്ട് നൃത്തറാണിയായി ആരാണ് തിരഞ്ഞെടുക്കാൻ പോകുന്ന നിമിഷം എത്തുമ്പോൾ ഹീറോ ലില്ലിയുടെ കൈ പിടിക്കാതെ ആ ലേഡിക്ക് കൊടുക്കാൻ പോകുമ്പോൾ ലില്ലി അവൻ്റെ കാല് ചവിട്ടി അവനെ കിസ് ചെയ്തു. പെട്ടെന്നാകും അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നത്.
ഇവൻ കരുതും ഇനി ഹാർഡായിട്ട് കിസ് ചെയ്തിട്ടാണോ. ആ ലേഡിക്കാണെങ്കിൽ നല്ല ദേഷ്യമാകും. അവൾക്കൊരു പണി കൊടുക്കാനായിട്ട് അവിടെ ഉണ്ടായ ഒരു മുത്തുമാല പൊട്ടിച്ച് അവൾ നടുക്കുന്നെടുത്തിട്ടു. ലില്ലിയാണെങ്കിൽ വേഗം ഹീറോയെ വിളിച്ച് വരാനായി പറയുകയാണ്, അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാൻ. അങ്ങനെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ മുത്ത് തെന്നി നിലത്ത് വീണ് ബ്ലീഡിംഗ് ആവുന്നു. ഇത് കണ്ടെത്തിയ ഹീറോ വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവൾ ഡോക്ടറിനോട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറയുമ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യാവസ്ഥ ഹീറോ അറിയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞതും അവൻ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളും ഇത് നിൻ്റെ കുഞ്ഞാണ് എന്നാ. പക്ഷെ ഹീറോ അത് വിശ്വസിക്കുന്നില്ല. താൻ ടൈം ട്രാവൽ ചെയ്താണ് ഇവിടെ വന്നതൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഹീറോയെ വിട്ടിയാക്കുകയാണോ എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകുമ്പോഴാകും ആ ലേഡി ലില്ലിയുടെ പ്രഗ്നൻ്റ് റിപ്പോർട്ട് കാണുന്നത്. ഉടനെ ആർക്കോ വിളിച്ച് ഈ വിഷയം കോളേജിൽ മൊത്തം പാട്ടാക്കാനും പറയുന്നു. പിറ്റേന്ന് അവൾ കോളേജിലെത്തുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി എന്തോ സംസാരമായിരിക്കും. ഇവൾക്കും ആദ്യം ഒന്നും കത്തിയില്ല. ഒരുത്തിനോട് എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ പോകുമ്പോൾ അവർ പേടിച്ച് അവരുടെ ഫോൺ നിലത്ത് വീണു. അതെടുത്ത് നോക്കുമ്പോഴാണ് ഇവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള ന്യൂസ് ഇപ്പോൾ കോളേജ് മൊത്തം അറിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ആ ലേഡി കൂട്ടനും എത്തി അവളെയും കുഞ്ഞിനെയും ഇല്ലാത്ത കഥ ഉണ്ടാക്കി അവളെ ബുള്ളി ചെയ്യുകയാണ്. നിന്റെ തെണ്ടിക്കുട്ടിയെ കൂട്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, മറ്റുള്ളവർക്കാണ് നാണക്കേട്. എന്നിട്ട് അവളെ പിടിച്ചു നിർത്തി വീഡിയോസ് എല്ലാം എടുക്കുന്നു. ആ സമയത്ത് അവൾ ഹീറോയെ തേടുമ്പോൾ നീ എന്തിനാണ് അവനെ വിളിക്കുന്നത്, അവൻ എൻ്റെ ഫിയാൻസിയാണ്. അവളോട് കുട്ടി അവൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ, തെരുവിലെ കൊള്ളക്കാരുടെയാണോ ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉറപ്പിച്ച് തന്നെ ഹീറോയുടെ ആണെന്ന് പറയുന്നു. ഇവളിങ്ങനെ ഉപദ്രവിക്കുമ്പോഴാകും അവളുടെ എക്സ് ഓടിയെത്തി അതെൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞെത്തുന്നത്. അവൾക്കും കേട്ടവർക്ക് തന്നെ അതിശയം. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ലില്ലി ഞാൻ ഒരുമിച്ചാണ്. എനിക്ക് വേണ്ടിയാണ് അവൾ ഈ കോളേജിൽ തന്നെ ചേർന്നത്. ലില്ലിനി നിന്നെ ആരും ബുള്ളി ചെയ്യില്ലെന്ന് അവൾക്ക് സപ്പോർട്ടൊക്കെ ആയി നിൽക്കുമ്പോഴാകും ഹീറോ കണ്ടതും ഇതും കൂടി ആയപ്പോൾ അവൻ ദേഷ്യം പിടിച്ച് അവിടുന്ന് ഓടിപ്പോയി. ആ മണ്ടന് പറ്റിയത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഹീറോയുടെ വീട്ടിലെത്തുമ്പോൾ ഹീറോ ആകില്ല വരുന്നത്, മുത്തശ്ശിയായിരിക്കും. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. വേഗം അവനെ കൂട്ടിക്കൊണ്ടുവരുമോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അവൾ ഫോൺ എടുക്കാതെ ആയിരിക്കും പോവുക. അന്നേരം ഫോണിലേക്ക് അവിടെ എക്സ് അമ്യൂസ്മെന്റ് പാർക്കിൽ വരാമോ, കുറച്ച് മിണ്ടാനുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇവൾ പാർക്കിലെത്തിയതും കാൽ വഴുതി വീഴുന്നു. ഹീറോയ്ക്ക് പെട്ടെന്ന് അവളെ പിടിക്കുന്നത്. ഹീറോ ഒരു ടെഡിയുടെ വേഷത്തിലായതിനാൽ അവൻ അവളെ വെയിൽ കൊള്ളാത്ത രീതിയിലാണ് കെയർ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴാണ് ഹീറോ ആണെന്ന് ചോദിക്കുമ്പോൾ അവനല്ല. എന്നാൽ പിന്നെ 6 അടി പൊക്കം വെളുത്ത മുടിയുള്ള ആളെ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാകും പറയുന്നത്. ശേഷം അവൻ വെള്ളം കുടിക്കാൻ പോയ നേരത്താകും അവിടെ എക്സ് എത്തുന്നത്. അല്ല നീ എന്താ ഇവിടെ, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. ഇവളും ഞാൻ കണ്ടില്ല. അല്ല നീ എന്തിനു പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, നിനക്ക് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡേറ്റ് ചെയ്ത്. ആ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസമായിരുന്നു. നീ ഗർഭിണിയായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാകുമെന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ വെള്ളം കുടിക്കാൻ പോയ ടെഡി മറ്റാരും ആകില്ല, ഹീറോ തന്നെയാകും. അവർ വീണ്ടും ഒന്നിച്ചെന്നുള്ള കാഴ്ച കണ്ടതോടെ അവൻ പിന്നെ അവിടെ നിന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് മറിച്ചാണ്. നമ്മൾ പിരിഞ്ഞിട്ട് 10 വർഷമായി. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ലിയോ ആണ്. അവൻ പറയുന്നത് ഹീറോ അവൻ വെറും ഒരു കൊള്ളക്കാരനാണ്, അത് നിന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് ലിയോ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയാണ്, ഇനി എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഹീറോയുടെ വീട്ടിലേക്ക് പോയി. അവൻ വന്നപ്പോൾ തന്നെ ഒരു വാക്കും പോലും പറയാതെ ആയിരിക്കും അവിടുന്ന് പോയത്. ആ ടൈമിൽ ലിയോ ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റെന്ന് പറഞ്ഞ് ഒരു കോള് വരുന്നു. ഇത് കേട്ടപ്പാടെ ഉടനെ ലില്ലി അവനെ തേടാനായി ഇറങ്ങി. പക്ഷെ അവനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹീറോ അവൾക്ക് മുന്നിൽ. അവളാണെങ്കിൽ നല്ലോണം പേടിച്ചു പോയി. അവനെ ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു. അങ്ങനെ ഹീറോ അവളെ മുതുക്കിൽ കയറ്റിയായിരിക്കും പോകുന്നത്. അവൻ്റെ കയ്യിൽ ബൈക്കില്ലാത്തതുകൊണ്ട് തന്നെ അവരന്ന് അവിടെ അടുത്തുള്ള ഹോട്ടലായിരിക്കും റൂം എടുത്ത് പിറ്റേന്ന് പോയത്. കോളേജിലെത്തുമ്പോൾ പുതിയ ഒരു അവതാരം കൂടി അവിടെ എത്തുന്നു. നേരെ ലില്ലിയുടെ അടുത്തേക്ക് ചെന്ന് അവനെക്കുറിച്ച് പറയുമ്പോൾ അവൾ കരുതും അവളെ പ്രപ്പോസ് ചെയ്യാനാകും. എനിക്ക് താല്പര്യമില്ല, എനിക്കൊരാളെ ഇഷ്ടമാണ്, പൊക്കോളൂ. അതിനവൻ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, ക്ലാസ് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ പോയി. ഇക്കാര്യം ഹീറോ അറിയിക്കുകയാണ്. അവളോട് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പോണില്ല എന്നാണ് പറഞ്ഞത്. സോ അവൾക്ക് പകരം ഹീറോ ആണ് പോയത്. അവിടെ അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടി ലില്ലിയെ വളയ്ക്കുന്ന കാര്യമാകും പറയുന്നത്. പക്ഷെ അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഹീറോ നിങ്ങളെന്താണ് പറഞ്ഞത്, അവർ പറയുന്നത് അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലൊരു അടിയാവുകയാണ്. ലില്ലിക്ക് നിന്നെപ്പോലെ ഒരുപാട് പേര് കാണും, ഇല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ അവളെങ്ങനെ പ്രഗ്നൻ്റ് ആകും എന്നൊക്കെ അവളെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ ഹീറോ അവനെ അടിക്കാനായി പോയതും കറക്റ്റ് ടൈമിലേക്കും ലില്ലി അവിടെ എത്തി തടയുന്നത്. നീ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നീയാണ് എനിക്ക് ബെറ്റർ. എന്നിട്ട് ആ ചെക്കനോട് നിന്നെപ്പോലെയുള്ള ഒരു ഇരട്ടമുഖമുള്ള മനുഷ്യൻ ഒരു വൃത്തികെട്ടവനാണ്. ശേഷം ലില്ലി അവന് മരുന്നൊക്കെ പറ്റിക്കൊടുക്കുമ്പോൾ
അവൻ അവളോട് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാകാമെന്ന് പറഞ്ഞു. അതിന് ഇത് നിന്റെ കുഞ്ഞാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഇവൻ പറയുന്നത് അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. എന്നിരുന്നാലും കുഞ്ഞ് എൻ്റേതല്ലെങ്കിൽ പോലും അവൾ അർഹിക്കുന്ന എല്ലാ സ്നേഹം അവൾക്ക് ഞാൻ നൽകും. പിറ്റേന്ന് അവൻ അവളുടെ കുഞ്ഞിൻ്റെയും അവളുടെയും ആരോഗ്യം നിലനിർത്താൻ അവൾക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനിയൊരു നല്ല ജോലി വേണം, നല്ലോണം പഠിക്കുകയും വേണം, നിന്നെയും കുഞ്ഞിനെയും നോക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അവൾ ഹീറോയോട് എന്താകാനാണ് താല്പര്യം. ഉടനെ ഹീറോ ഫയർ ഫൈറ്റർ ആയാൽ മതിയെന്ന് കേട്ടതും ഉടനെ അവൾ അതിന് സമ്മതിച്ചില്ല. കാരണം ആ ജോലി കാരണമാണല്ലോ അവൾക്ക് അവൻ്റെ പാസ്റ്റിൽ നഷ്ടമായത്. അവനോട് നീ എന്ത് വേണമെങ്കിലായിരിക്കോ, പക്ഷെ ഒരിക്കലും ഫയർ ഫൈറ്റർ ആക്കാൻ സമ്മതിക്കില്ല. എന്നാൽ അവളുടെ സ്വപ്നത്തിലെ ഭർത്താവ് ഫയർ ഫൈറ്റർ ആവണം എന്നതായിരുന്നു. അതാണ് ഹീറോ അതാകാൻ ആഗ്രഹിച്ചത്. ഇവൾ സമ്മതിക്കാത്ത പക്ഷം ഹീറോയ്ക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരെ വിട്ടിരിക്കുന്നു. അവൻ വരില്ലെന്ന് പറയുമ്പോൾ ലില്ലിയുടെ ഫോട്ടോ കാണിച്ച് ഇനി നിങ്ങൾക്ക് വരാലോ. അതിനാൽ അവനും അവരുടെ കൂടെ പോയി. അച്ഛൻ വിളിച്ചത് ആ ലേഡി റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം ചോദിക്കാനാണ്. അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരുപാട് ഫാമിലിയാണ് ഉള്ളത്. ഇതന്നെ കിട്ടിയത് എന്തുകൊണ്ട് ഭാഗ്യം. വേറെ ഇതൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ ഇവൾ കാരണമാണോ നീ അവളെ വിട്ടേന്ന് പറഞ്ഞ് ലില്ലിയുടെ ഫോട്ടോ കാണിച്ചു. ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. വിവാഹത്തിന് മുന്നേ ഗർഭിണിയായ ഒരു പെണ്ണ്. ആ ലേഡിയെ വെച്ച് ഇവളെയും വെച്ച് എങ്ങനെ താല്പര്യം ചെയ്യാൻ കഴിയും? അവൾ അത്ര നല്ലവളൊന്നല്ല. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നു. നിങ്ങൾക്ക് അത് പറയാനൊരു അവകാശമില്ല. പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ ഈ പടി വിട്ടാൽ നീ ഖേദിക്കും. ജീൻ കുടുംബത്തിൻ്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കണമെന്നാണ് മുത്തശ്ശൻ്റെ ആഗ്രഹം. ഇതെല്ലാം പുറത്തു നിന്നുള്ളവരുടെ കൈകൾ എത്തുന്നതിന് അച്ഛന് ആഗ്രഹമില്ല. ഇവിടെ ലില്ലി അവനെ കാണാത്തതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ അടിച്ചായിരിക്കും നിൽക്കുക. ഹീറോ ഫയർ ഫൈറ്റർ ആവേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് കരുതി ഹീറോ അപ്പോഴേക്കും എത്തുകയാണ്. നീ ഒരു ഫയർ ഫൈറ്റർ ആകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ഫയർ ഫൈറ്റർ ആകുന്നത് വളരെ അപകടകരമാണ്. നീ സുരക്ഷിതമായിട്ട് ആരോഗ്യനായിട്ട് എൻ്റെ ഒപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. അവനും സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാത്രി നീ എങ്ങും പോകരുത്, എൻ്റെ കൂടെ തന്നെ നിൽക്കണം. രാത്രിയാകുമ്പോൾ അവൻ്റെ അച്ഛൻ ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഹീറോയും അവിടെ നിന്ന് പോവുകയാണ്. ജിൻ ഫാമിലിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതിട്ടായിരിക്കും പോയത്. ഇവളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. വിളിച്ചിട്ടാണ് ഈ ഫോണും എടുത്തില്ല. അപ്പോഴാണ് അവൾ ആ ലെറ്റർ കണ്ടത്. അന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ കുട്ടിയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പോയി എന്നായിരിക്കും പറയുക. അന്നേരമാകും ഒരു നേഴ്സ് വന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ തീപിടുത്തമുണ്ടായി. ഒരാളെ രക്ഷിക്കുന്നതിനിടയിൽ ഒരു വെളുത്ത മുടിക്കാരൻ തീയിൽപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇവളാകെ ഷോക്കായി. വെളുത്ത മുടിക്കാരൻ ഹീറോയാണെന്ന് അവൾക്ക് മനസ്സിലായി. വയ്യാതെ അവൾ അവിടെ എത്തുമ്പോൾ ഡോക്ടേഴ്സൊക്കെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരിക്കും. കൂട്ടത്തിൽ ലിയോ ആകുമെന്ന് പേടിച്ചവൾ തകർന്നുപോയി. കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഹീറോ അവൾക്ക് മുന്നിൽ വന്നതും ഒരു കുഴപ്പമില്ലാതെ. അവൾ കരുതി അവൻ മരിച്ചെന്ന. ഇവളും പൊട്ടിക്കരഞ്ഞ് അവനെ കുറെ അടിച്ചു. അവനും അവളെ കെട്ടിപ്പിടിച്ച് ഇനി നിന്നെ ഞാൻ ഇട്ടിട്ട് പോകില്ലെന്ന് പറയുകയാണ്. ശേഷം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു. അവൾ കരുതി അവളെ ഉപേക്ഷിച്ച് ജിൻ ഫാമിലി പോയെന്ന. എന്തിനാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നത് ജിന്നിനെ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് അവസാനിപ്പിക്കാനാണ്. ശേഷം ഹീറോ റൂമിന് വെളിയിൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ആൾക്കാരെ അവനെ പിടിക്കാനായിട്ട് വിട്ടിട്ടുണ്ടാകും. അത് മനസ്സിലാക്കിയ ഹീറോ നേരെ പോലീസിനെ വിളിച്ച് എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഹീറോയെ പിടികൂടി അടിക്കുന്നു. എന്നാൽ കാട്ടു ടൈമിൽ പോലീസ് എത്തിയതുകൊണ്ട് ഹീറോ രക്ഷപ്പെട്ടു. എന്നാൽ ഹീറോയുടെ തലയിൽ അടി കിട്ടിയതിനാൽ അവനെന്തോ ഫീൽ ആവുകയാണ്. മുൻജന്മത്തിൽ ലില്ലിക്കൊപ്പമുള്ള ഓരോ നിമിഷങ്ങളെല്ലാം ഓർമ്മയിൽ വരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് അവൻ്റെ രണ്ടാം ജന്മമാണ്. അപ്പോഴേക്ക് ലില്ലി ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ അവനെ തേടിയെത്തുമ്പോൾ അവളെ കണ്ട് ഇവൻ കെട്ടിപ്പിടിക്കുകയാണ്. തനിക്ക് രണ്ടാമത്തെ ഒരു അവസരമായിരിക്കും കിട്ടിയത്. തൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് പറയാനോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാനോ പറ്റിയിട്ടില്ല. ഇത്തവണ സത്യം ചെയ്തു ഇനി ഒരിക്കലും ഇത് നഷ്ടപ്പെടില്ലെന്ന് ചിന്തിച്ച് കുഞ്ഞിനെയും അവളെ വിഷമിപ്പിച്ച് സോറി പറയുകയാണ്. ഇവിടെ ഹീറോയുടെ അച്ഛനെ തീവെപ്പിനും തട്ടിക്കൊണ്ടു പോകുന്നതിനൊക്കെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു. തീവെപ്പ്, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ ഇയാൾ പ്രതിയായി സംശയിക്കുന്നതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത കണ്ടപ്പോൾ ഇതിന് പിന്നിൽ ഹീറോയാണുള്ളതെന്ന് ഇവൾക്ക് നല്ല ബോധ്യമായി. അപ്പോൾ ഹീറോ നീ എപ്പോഴാണ് ഗർഭിണിയായെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് അന്ന് തീപിടുത്തത്തിൽ. എന്നിട്ട് ഹീറോ അവൾക്കൊരു വാക്ക് കൊടുക്കുകയാണ്. ഇനി മുതൽ ഞാൻ എപ്പോഴും നിനക്കും നിന്റെ കുട്ടിക്കും ഒപ്പമുണ്ടാകും. വിധി ഇപ്പോൾ അവർക്ക് രണ്ടാമതൊരു അവസരം നൽകിയതിനാൽ ഹീറോ അവളെ വിവാഹം കഴിക്കാനായിട്ട് പ്രപ്പോസ് ചെയ്യുകയാണ്. ഇതോടെ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.